ഹായ്. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് സെക്കൻഡ് പ്ലേസ് മദർ ഓഫ് അർമേനിയ ആൻഡ് വിക്ടറി പാർക്ക് രണ്ടുമുണ്ട്. അപ്പൊ നമ്മളിവിടെ മദർ ഓഫ് അർമേനിയയുടെ മുന്നിലാണ് നിൽക്കുന്നത്. വലിയ സ്റ്റാച്ചു ആണ് കേട്ടോ, എന്റെ ബാക്കിലാണ്. പക്ഷെ നിങ്ങൾക്ക് കാണാൻ നീളം. അർമേനിയൻ ധീര വനിതയുടെ ഇതാണ്. തുർക്കി സൈന്യവും പിന്നെ കുർദിസ് ക്രമക്കേടൊക്കെ ആയിട്ട് ഉണ്ടായിരുന്ന യുദ്ധത്തില് ഭർത്താക്കന്മാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ത്രീകള് യുദ്ധത്തിന് ഇറങ്ങിയിരുന്നു. അപ്പൊ അവരുടെ മെമ്മറിക്കാണ് ഇത് വെച്ചിട്ടുള്ളത്. എല്ലാ അർമേനിയയിലെ എല്ലാ വനിതകൾക്കും കൂടിയുള്ള റെപ്രസെന്റേറ്റീവ്. അവര് വനിതകളും ഭയങ്കര ധീരരായിരുന്നു. അതുപോലെ ഒരുപാട് പേര് നമ്മുടെ ഡാൻസി റാണിയുടെ ഒക്കെ പോലെ. അപ്പൊ കാണാം നമുക്ക് വിശേഷം. ഓക്കെ, ഇതാണ് കേട്ടോ നമ്മുടെ ഇപ്പോ മദർ ഓഫ് അർമേനിയയുടെ സ്റ്റാച്ചു. ഇതിന് 51 മീറ്റർ, അതായത് 167 അടി ഉയരമുണ്ട്. പിന്നെ ഈ ശില്പത്തിന്റെ മോഡലില്ലേ, എവ്ജെനിയ മുറാദിയൻ എന്ന് പറഞ്ഞിട്ടൊരു ശില്പിയാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് കൈകളില് വാളും കാലില് കവചവുമുള്ള ഒരു സ്ത്രീയുടെ പ്രതിമ കണ്ടോ. ഇതാണ് ഈ മാതൃരാജ്യത്തിന്റെ ശക്തി മഹത്വത്തെയാണ്, അർമേനിയൻ സ്ത്രീയുടെ അഭേദ്യമായ ഇച്ഛാശക്തിയൊക്കെയാണ് ഇത് പ്രതീകപ്പെടുത്തുന്നത് കണ്ടോ. പിന്നെ അവിടെ കുറെ എന്തോ മിലിറ്ററിയുടെ ടാങ്കുകൾ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഇവിടെ ഒരു സ്തൂപം ഉണ്ട്, ഇത് കാണിച്ചു കൊടുക്കും. ഇവിടെ കണ്ടോ അമർജ്യോതി ഉണ്ട്. സ്ത്രീകളുടെ ആയിരിക്കും എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. നല്ല രസമുണ്ട് കേട്ടോ, ഇവിടുന്ന് കാണാൻ നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഹലോ, അപ്പൊ ഇവിടെ നിന്നാലും നമുക്ക് ഫുള്ള് എരവൻ സിറ്റി കാണാനായിട്ട് പറ്റില്ലോ. ഇതും സിറ്റി തന്നെയാണ്. നല്ല ഭംഗിയുള്ള മെറ്റലായിട്ട് ഉള്ള ഇതുകൊണ്ട് വാള് പോലെ കെട്ടിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞാൻ ഇവിടെ അർമേനിയയിൽ വന്നിട്ട് കണ്ടിരുന്ന ഏറ്റവും ഭംഗിയുള്ള പ്രതിമ മദർ ഓഫ് അർമേനിയയാണ്. ഇവിടെ കുറെ സ്റ്റാച്ചു കാണാനുണ്ട്, എവിടെ നോക്കിയാലും സ്റ്റാച്ചു. പക്ഷെ ഇതാണ് കാണാനായിട്ട് കുറച്ചും കൂടി ഭംഗി. അതിന് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മ്യൂസിയം പോലെ ഉണ്ട് തോന്നുന്നു. നമുക്ക് പോവാം കേട്ടോ. അപ്പൊ ഗൈസ്, അച്ഛനും അമ്മയും കേറിപ്പോവാണ്. ലച്ചു അടുത്തിപ്പോ കേറിപ്പോണ്ട്, ഞാൻ ബാക്കി കൂടെ നടക്കണ്ടേ. അപ്പൊ നമ്മൾ ഈ മദർ ഓഫ് അർമേനിയ സ്റ്റാച്ചുവിന്റെ ഉള്ളിൽ കയറി നോക്കാൻ പോവാൻ കേട്ടോ. അറിയില്ല എങ്ങനെ ഉള്ളില്, നമുക്ക് ഉള്ളിൽ കാണാം. ഇതെല്ലാം നമ്മൾ ഇങ്ങനെ വാറിനെ കാണാൻ, എനിമീസിനെ കാണാൻ യൂസ് ചെയ്യുന്നത്. ഇതായിരുന്നു വാർ ടൈം. ഹായ്, നമ്മളപ്പോൾ വിക്ടറി പാർക്കിലേക്കാണ് വന്നിരിക്കുന്നത്. ഇത് സ്പ്രിങ്ങിലും സമ്മറിലും മാത്രമേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓപ്പൺ ആണ്. ഇവിടുത്തെ വിന്ററിൽ ഇവിടെ ആൾക്കാരൊന്നും പുറത്തേക്ക് ഇറങ്ങില്ല. അപ്പൊ അത് കാരണം ഈ പാർക്കിലെ എക്യുപ്മെന്റ്സുകളൊക്കെ എന്താ പറയാ അടച്ചിടുന്ന പറയുന്നത്. ഇത് ഇവിടെ തന്നെ കിടക്കുന്ന ഐസുകളൊക്കെ, അത് കാരണമാണ് നമുക്ക് ഇതൊന്നും വർക്ക് ചെയ്യാത്തത്. കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു കാസ്റ്റിൽ ഒക്കെ കാണാനുണ്ട്. എന്ത് സംഭവം എന്നൊന്നും അറിയില്ല. ഇത് നമ്മുടെ മറ്റേ ഗ്ലോബൽ വില്ലേജിലെ പോലെ ആ ഗോസ്റ്റ് ഹൗസ് ഇങ്ങോട്ട് നോക്ക്, കണ്ടോ.
നമ്മുടെ ഗ്ലോബൽ വില്ലേജിലില്ലേ ഇതേപോലത്തെ ഗോസ്റ്റ് ഹൗസ് ആണ്. കൊറേ ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ ഒരു ആർട്ടിഫിഷ്യൽ ലേക്ക് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പിന്നെ വെറുതെ നമുക്ക് കാണാനേ പറ്റുള്ളൂ, കേറാൻ പറ്റൂ. ആപ്പിൾ ട്രീസ് ആണ് കേട്ടോ, കംപ്ലീറ്റ് ഇല പൊഴിഞ്ഞ് നിൽക്കാണ്. ഇവിടെ ചെറിയ ചെറിയ ഇങ്ങനെ പാർക്കുകളൊക്കെ ഉണ്ട് കേട്ടോ, കണ്ടോ. ആ മറ്റേ ജെയിന്റ് വില്ല് കാണാണ്ട് വലിയ ഒരെണ്ണം, പക്ഷെ അത് കറങ്ങണുണ്ട്. എനിക്ക് തോന്നുന്നത് അത് കാറ്റത്ത് കറങ്ങുന്നതാണെന്നൊരു ഡൗട്ട്. ഇതേനെ പിന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്യൂസ് ഒക്കെ ഉണ്ട്. ഇത് വെള്ളച്ചാട്ടം തോന്നുന്നുണ്ട് കേട്ടോ, പക്ഷെ ഇതൊന്നും ഓപ്പൺ അല്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റേജ് ഉണ്ട്, ഇങ്ങനെ പരിപാടികളൊക്കെ ഇവിടെ നടക്കും തോന്നുന്നു. ഇതൊക്കെ അടച്ചു പൂട്ടി കണ്ടോ, റെസ്റ്റോറന്റ് ഒക്കെ കയറ്റി കിട്ടുമല്ലോ. അത് ഇവിടെ ഒരു ഡൈനോസർ ഉണ്ട്. ഇതൊക്കെ ഇവിടുത്തെ അർമേനിയൻ കുട്ടികളാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക എന്താണെന്ന് വെച്ചെങ്കിലേ, ഇവർക്ക് ഇംഗ്ലീഷ് അറിയില്ല. നമ്മൾ ഇംഗ്ലീഷിൽ ഇവിടുത്തെ കുട്ടികളോട് വരെ ചോദിക്കുമ്പോൾ അവർ പറയുക നോ ഇംഗ്ലീഷ് നോ ഇംഗ്ലീഷ് എന്ന്. ഇതേ മുന്തിരി നിൽക്കണു, ഒക്കെ ഉണങ്ങി കണ്ടോ. ഇതേ പിന്നെ ഇവിടെ കുറച്ച് ഇതൊക്കെ ഉണ്ട്, ചെറിയ ചെറിയ കുട്ടികൾക്ക് കളിക്കണ സാധനങ്ങളൊക്കെ കണ്ടോ. ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യാണ്ടേ, ഒക്കെ വിൻ്ററായിട്ടൊക്കെ അടച്ചിട്ടൊക്കെ അവർ കണ്ട. ജെയിൻ വീല് തിരിയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കത് കാറ്റത്ത് തിരിയണതാണെന്നൊരു ഡൗട്ട് എനിക്ക്. ഒരു ആനേനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്നും വർക്ക് ചെയ്യണില്ല, കിട്ടും വെറുതെ ചാടിയിട്ട് കാര്യമില്ല. കണ്ടോ, ഇതൊക്കെ അടച്ചു പൂട്ടി. ശരിക്കും നല്ല വലിയ പാർക്കാട്ടോ. പിന്നെ ഇതേ ഇവിടെ ഒരു ബിയർ പാർക്ക് ഉണ്ട്, ബിയറൊക്കെ കുടിക്കാൻ തോന്നണു. കണ്ടോ, പബ്ലിക്കായിട്ടൊക്കെയാണ് ഇവിടെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിലിങ്ങനെ അങ്ങനെ പോവാം. ഇതേ കണ്ടു ഇവിടെ ഞങ്ങളുടെ പാർക്കിന്റെ ഭാഗം. അടിപൊളി പാർക്കാട്ടോ, പക്ഷെ നമ്മള് ഈ വിന്ററിൽ വന്ന കാരണം, അല്ലെങ്കിൽ അടിപൊളിയാണ്. ആൾക്കാരുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ആൾക്കാരെ തോന്നുന്നു, ടൂറിസ്റ്റ് ജസ്റ്റ് വെറുതെ നടക്കാൻ ഇറങ്ങിക്കണതേ. ഇത് നമ്മുടെ ഡൈനോസർ പാർക്ക് പോലെ, ഇത് ഒരു വലിയ ഡൈനോസർ ഉണ്ടാക്കി വെച്ചു. ആ അതേനാ ലേക്ക്. അതെ, അതിൽ കുറച്ച് ഡക്സ് ഉണ്ട് കണ്ടോ. വലിയൊരു ഡൈനോസർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെ, അവർ കുളിക്കുന്നുണ്ട് അവിടെ. ദേ ഇവിടെ ജുറാസിക് പാർക്കിന്റെ ഒരു പാർക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് ജുറാസിക് പാർക്കിന്റെ പാർക്ക്. അതിനുള്ളിലേക്ക് കയറുന്നതാണ് നമ്മൾ അവിടെ നിന്ന് കണ്ടത്. എല്ലാം ക്ലോസ് ചെയ്താ കണ്ടോ.